ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്യാസൊക്കെ കിട്ടി. എല്ലാവർക്കും എന്താ പറയുക, ഒരുപാട് താങ്ക്സ് കേട്ടോ. എൻ്റെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൂടാ. ലാസ്റ്റ് ഞാൻ ചേട്ടൻ ഗ്യാസ് എടുക്കാണ്ടായപ്പോൾ ഞാൻ ഫുഡ് വയ്ക്കൽ നിർത്തിയെന്നല്ല, നമുക്കൊരു ഓപ്ഷൻ ഇല്ലാണ്ടായി. ഇൻഡക്ഷൻ കേടായി. പിന്നെ ചേട്ടനോടൊക്കെ പോയിട്ട് എത്ര ദിവസം നമ്മൾ ചെയ്യും, അവരും പൈസ കൊടുത്ത് വാങ്ങിക്കണതല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ദിവസം ചേട്ടൻ്റെ കൂടെ പോയി റെഡിയാക്കി. പിന്നെ ഞാൻ അവസാനിപ്പിച്ച് ഞാൻ പറഞ്ഞു, ഇനി പുറത്തുനിന്ന് മേടിച്ചോ, ഗ്യാസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ചേട്ടൻ പിന്നെ പഞ്ചായത്തിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്പർ മേടിക്കേണ്ട, നമ്മുടെ വീടിൻ്റെ നമ്പർ ഇപ്പോഴും ഇപ്പോൾ കിട്ടി. അപ്പോൾ ഇപ്പോഴാണ് ശരിയായത്. കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതോടുകൂടി ഗ്യാസും റെഡിയാക്കി തന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആദ്യത്തിന് ശ്രീകുട്ടനൊക്കെ പനിയാണ്. ഈ സംസാരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി, അതിനിടയ്ക്ക് 2 ദിവസം ആദ്യം സ്കൂളിൽ പോയി കേട്ടോ. പക്ഷേ വീണ്ടും പനി കൂടി, വീണ്ടും 2 ദിവസം കൂടി റെസ്റ്റ് ചെയ്ത് വീണ്ടും ഇനിയിപ്പോൾ നാളെ പോകാൻ പോകണ്ട. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്താവുമോ. ശ്രീകുട്ടന് 2 ദിവസം ലീവ് എടുത്തു. പക്ഷേ അങ്ങോട്ട് കുറഞ്ഞിട്ടില്ല അവന്. പിന്നെ അവിടെ പോയിട്ട് AC-യിലൊക്കെ അല്ലേ നിൽക്കണേ. അത് കാരണം കൊണ്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. കൂട്ടുകാർ ആദ്യകുട്ടൻ്റെ പനി മാറിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തരാം. തിരിക്കണ്ട, അല്ല മീനെന്തിനു വേണ്ടി കൊള്ളിരിക്കണ്ട അവിടെ. അങ്ങനെ ഞാനും ചേട്ടനും കൂടി കൊള്ളി വാങ്ങിക്കാറില്ല, മീൻ വാങ്ങിക്കാനായിട്ട് പോയിട്ടാ. ഓഫീസിലൊരു ചേട്ടൻ കൊള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസമായി ഇവിടെ എടുത്ത് വെച്ചിട്ട് ഈ ഭാഗത്തെ സംഭാഷണമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കരമായിട്ട് മറ്റുള്ള വാഹനങ്ങളുടെ ശബ്ദമായ കാരണം ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് കളഞ്ഞ് ഞാൻ വീണ്ടും ശബ്ദം കൊടുത്തു കേട്ടോ. എൻ്റെ ശബ്ദത്തിന് ഈ ശബ്ദം കൊടുക്കണതിന് ഇത്ര പ്രത്യേകത ഉണ്ടാവും. രാവിലെ എഴുന്നേറ്റിട്ടാണ് ശബ്ദം കൊടുക്കുന്നത്. വൈകുന്നേരം എഡിറ്റ് ചെയ്ത് നേരം വൈകിട്ടുണ്ടായിരുന്നു. ശബ്ദം കൊടുക്കാൻ പറ്റാത്തത്ര സമയം വൈകിട്ടാണ്. അപ്പോൾ എന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് വോയിസ് കൊടുക്കാനും. അപ്പോൾ കൊഴുവ 100 രൂപ, ചാള 240, ചെമ്മീൻ 150 എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇടയ്ക്ക് കുറച്ച് അയാൾ പറ്റിച്ചു. ഇടയ്ക്ക് കുറച്ച് ചെറിയ ചെമ്മീനും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ഇപ്പോൾ ഇത്തിരി വില കുറവാണ്. എൻ്റെ അനിയത്തിൻ്റെ അവിടെയൊക്കെ 80 രൂപയുള്ളൂ എന്നാണ് പറയുന്നത് ചെമ്മീൻ കേട്ടോ. അവിടെ എന്താ വെച്ചാൽ കൊടുങ്ങല്ലൂർ ഭാഗമാണ് കേട്ടോ അവരെ മതിലകം. അപ്പോൾ കടലൊക്കെ അടുത്തല്ലേ, അതുകൊണ്ടായിരിക്കാം. പിന്നെ നല്ല മീനൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് അത്ര അങ്ങോട്ട് കാര്യമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഫ്രഷ് മീനൊക്കെ കിട്ടും. വില ഇത്തിരി കൂടുതലുണ്ടാവും എന്നുള്ളൂ. പിന്നെ ഇതാ വീട്ടിലെത്തി. പിന്നെ മീനൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയാണ്. അത്യാവശ്യം വീടൊക്കെ ഒന്ന് ഒതുങ്ങി ഇരിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ വെളിച്ചെണ്ണ കുപ്പി കാലി കേട്ടോ. പറയാൻ മറന്നു ചേട്ടനോട്. അപ്പം ഞാൻ ആദ്യത്തിനോട് അതൊന്ന് വിളിച്ച് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ പറഞ്ഞു ഈ ഫോണിൽ തന്നെയാണ് വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അവൻ അത് ക്യാമറ ഓഫ് ചെയ്ത് കേട്ട് വിളിച്ചു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ കപ്പ എടുത്തു വന്നു. കപ്പ ഞാൻ പാമ്പൂർക്ക് പോണതായിട്ട് വീഡിയോ ഇതൊക്കെ കമ്പ്യൂട്ടറൊക്കെ കൊണ്ടുപോയി കാണിച്ചാൽ ഒരു ചേട്ടൻ, ഡ്രൈവറായിട്ട് പോണ ചേട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാനത് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടണമെന്നൊക്കെ വിചാരിച്ച ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ. പക്ഷെ ഇപ്പോൾ രാവിലെയല്ലേ ഈ എഡിറ്റ് ചെയ്യണത്, അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. മീൻ വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ല് കിട്ടിയിട്ട് പൂച്ചകൾ എൻ്റെ പിന്നാലെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു പൂച്ചനെ തീരെ ആറ്റിന് ശ്രീകുട്ടനൊന്ന് പിടിക്കാൻ പറ്റാറില്ല. അപ്പോൾ അതിനെ പതുക്കെ പിടിച്ചു കൊണ്ടുപോയതാണ് കാണുന്നത്. നമ്മുടെ മറ്റേ കണ്ടപ്പനെ പിടിച്ചാലും കാര്യമില്ല, അവൻ വീണ്ടും എവിടെയെങ്കിലും വന്ന് ഒളിച്ചിരിക്കും. അവനെ പുറത്താക്കിയാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള അവൻ്റെ ഒരു ശീലമാണ് കേട്ടോ അത്. അങ്ങനെ പൂച്ചേനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വേഗം ഞാൻ കപ്പ റെഡിയാക്കി. നല്ല കപ്പയായിരുന്നു കേട്ടോ. എല്ലാതും ഞാൻ കുറച്ച് മാറ്റി വെച്ചു, ബാക്കിയുള്ളതൊക്കെ ഞാനെടുത്ത് പുഴുങ്ങി. എല്ലാതൊന്നും ചിലവായില്ല, എന്നാലും കുറച്ച് ദിവസമായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ പുറത്തുനിന്ന് ഒരു ദിവസം പുറത്തുനിന്ന്, പിന്നെ ഞാൻ പറയില്ലേ ചേട്ടൻ്റെ കൂടെ പോയിട്ടായാലും ഇൻഡക്ഷനിലൊക്കെ ആയാലും നമ്മൾ ലിമിറ്റഡ് ആയിരുന്നു ഫുഡ് ഉണ്ടാക്കണത്. എന്തെങ്കിലും ഒരു തരം കറിയും ചോറും മാത്രമാണ് ഇപ്പോൾ ഗ്യാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വെക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് അങ്ങനെ ആവട്ടെ, ലാവിഷായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വേഗം കപ്പ പുഴുങ്ങാൻ വെച്ചിട്ട് ചെമ്മീൻ ക്ലീനാക്കാൻ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെമ്മീൻ ക്ലീനാക്കാൻ ഇരിക്കണേ എന്തായാലും കുറച്ച് ടൈം നമുക്ക് വേണമല്ലോ. പിന്നെ ചെമ്മീനൊന്നും ചേട്ടനൊന്നും സഹായിക്കാനും പറ്റില്ല. ചേട്ടൻ ഇപ്പോൾ അവിടെ ഇല്ല, ചേട്ടൻ പുറത്തേക്ക് പോയി കാണും. മീൻ നന്നാക്കി സഹായിക്കാനായിട്ട് അറിയില്ല കേട്ടോ. മീൻ ക്ലീനാക്കാനായിട്ട് അത്ര അറിയില്ല. വേണമെങ്കിൽ 2 ഉള്ളി ചതച്ച് അങ്ങനത്തെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ മീനിലേക്ക് വലിയ പരിപാടിയും പണിയും ഒന്നും അറിയില്ല. പിന്നെ ഞാൻ വേഗം കൗണ്ടർ ടോപ്പ് ഒന്ന് റെഡിയാക്കി. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് എനിക്ക് വിശക്കണ പോലെ തോന്നി. ഇനി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. രാവിലത്തെ ദോശയൊക്കെ ഇരിപ്പുണ്ട്, അതൊന്നും കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ടൈം ഇതാവും. ചെമ്മീൻ കണ്ടോടുകൂടി പിന്നെ നമ്മുടെ ആദ്യത്തിനൊക്കെ അത് കിട്ടിയിട്ടാണ് ഇനി ഫുഡ് കഴിക്കുള്ളൂ എന്നുള്ളൊരു ലെവലിലേക്കായി. അപ്പോൾ ഞാൻ വേഗം പിന്നെ ചെമ്മീൻ നന്നാക്കാനായിട്ട് നിന്നു കേട്ടോ. ആദ്യത്തെ വർത്താനം പറയാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, അതാണ് ആ വർത്താനം പറയുന്നത്.
അപ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് വറുത്ത് തന്നോളൂ. ഞാൻ പറഞ്ഞു കറി വയ്ക്കുള്ളൂ, കപ്പയ്ക്ക് മുക്കി കഴിക്കാനായിട്ട് കറിയാണല്ലോ വേണ്ടത്, വറുക്കണില്ല കറി വയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചെങ്കിലും വറുത്ത് തന്നോളൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ക്ലീനാക്കി. മുറ്റത്ത് പോകാനായിട്ട് പറ്റില്ല, നമ്മുടെ പൂച്ചക്കുട്ടന്മാർ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് കരയും. ഭയങ്കര ബുദ്ധിമുട്ടാണ് മീനൊക്കെ പുറത്തുനിന്ന് ക്ലീനാക്കാനായിട്ട്. അപ്പം അത് കാരണം ഞാൻ അല്ലെങ്കിൽ പിന്നെ ക്ലീൻ ആക്കണതിനനുസരിച്ച് അവർക്ക് ഇതിരിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ചെമ്മീനിൽ ഇപ്പം അങ്ങനെ ഇട്ട് കൊടുക്കാനൊന്നും ഇല്ലല്ലോ. അതിനിടയ്ക്ക് കപ്പ വെന്തു കേട്ടോ. അപ്പോൾ അത് വേഗം ഊറ്റി വെള്ളം കളഞ്ഞ് വെച്ചു. പിന്നെ ഞാൻ ഒരിത്തിരി ചോറും കൂടി വെച്ചു. ഇനി കപ്പ മാത്രമേ ഇനി കഴിക്കുള്ളൂ, ഇനി ആർക്കെങ്കിലും ചോറ് വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചോറും കൂടി കുക്കറിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. ഞാൻ നന്നായിട്ട് വെള്ളം വയ്ക്കും കുക്കറിലായാലും, അല്ലെങ്കിൽ ഒരു വഴുവഴുവല്ലേ. അങ്ങനെ ക്ലീൻ ചെയ്ത് പകുതിയായിട്ടുള്ളപ്പോഴേക്കും ഇവർക്കൊക്കെ വിശക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ബാക്കിയുള്ള ചെമ്മീൻ എടുത്തും കണ്ടിട്ട് ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം മീൻ വറക്കലും അങ്ങനത്തെയൊക്കെ വൈകുന്നേരമാണ് കൂടുതൽ ചെയ്യുക. രാവിലെ എന്ന് പറയുന്നത് നമുക്ക് തിക്കുനിരക്കല്ലേ, എന്ത് നല്ല ഫുഡ് എന്തുണ്ടായാലും നമുക്കത് ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റില്ല. എല്ലാവരും തിക്കുനിരക്ക് കൂട്ടി ഓടിപ്പോണവരെ. പിന്നെ ഉച്ചയ്ക്ക് അവിടെ കൊണ്ടുപോയിട്ട് കഴിക്കാമെന്ന് പറയുന്നത് വലിയ തണുത്തിട്ടൊക്കെ ഇരിക്കുകയല്ലേ, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം എപ്പോഴും മീൻ വറക്കലും അങ്ങനത്തെയൊക്കെ ചിക്കനായാലും എന്തായാലും രാത്രിയാണ് കേട്ടോ ഞങ്ങൾ കൂടുതൽ ചെയ്യുക. പിന്നെ ശ്രീകുട്ടൻ രാവിലെ ഞാൻ പോണല്ലാത്ത എനിക്ക് പോലുമില്ല, അപ്പോൾ പിന്നെ വലിയ കാര്യമില്ല. അങ്ങനെ ഞാൻ വേഗം ചെമ്മീൻ്റെ തല ഞാൻ എടുക്കുന്നു ഞാൻ പറയാറില്ലേ, അപ്പോൾ ആ ഒരു ഭാഗമാണ് വറക്കണുള്ളൂ. ബാക്കിയുള്ളത് വറ്റിക്കുകയാണ് വെച്ചാൽ അത്രയും നന്നാക്കിയിട്ടുള്ളൂ. ശരിക്കുള്ളത് പിറ്റേ ദിവസം വറുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭാഗത്ത് സമാധാനപ്പെട്ടു കേട്ടോ. എനിക്ക് തല അവർക്ക് ഇഷ്ടമാണ്. ചേട്ടനോട് വെളിച്ചെണ്ണ പൊട്ടിച്ച് വയ്ക്കാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി ഗരം മസാലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആദ്യം പറഞ്ഞ് വേറെ ഫ്ലേവറൊന്നും ഇട്ട് അതിൻ്റെ ടേസ്റ്റ് കളയണ്ട, ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നും ഇടണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പുറത്ത് നിന്നിട്ട്. അപ്പോൾ പിന്നെ ഞാനത് പിന്നെ അങ്ങനെ മതി, നമുക്കതല്ലേ ലാഭം. അവർക്ക് ഇഷ്ടം എന്താണ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അതാ ചീനച്ചട്ടി വെച്ച് അതിലിത്തിരി വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇടയ്ക്കൊന്നും ഇളക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും അടുത്ത അടുപ്പിൽ നമ്മളിതാ മീൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരിത്തിരി ഒലിവിട്ട് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാർ അങ്ങനെ കടുകൊന്നും ഇടില്ല, ഉലുവന്നെ ഇപ്പോഴാണ് പൊട്ടിച്ച് തുടങ്ങിയത്. കടുകിടണമെന്ന് അത്ര ഇഷ്ടമല്ല. പിന്നെ അതിലേക്ക് ഇത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പരിചയമില്ലാത്തവർ ഈ വെളിച്ചെണ്ണയിലേക്ക് നേരിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇടണ്ട കേട്ടോ, ഇട്ട വഴി കരിഞ്ഞു പോവും. അപ്പോൾ അത് പരിചയമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അല്ലാത്തവർ ഇത്തിരി വെള്ളത്തിൽ നനച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയൊന്നുമില്ല. പിന്നെ ഒരു തക്കാളിയും പകുതി സവോളയാണ് ഞാൻ അതിലേക്ക് ഇട്ടത്. പക്ഷേ സവോള അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർക്കേണ്ടത്. പിന്നെ ഒരു ഇത്തിരി വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും കറിവേപ്പിലും കൂടി ചേർത്ത് മൂപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടംപുളി വെള്ളത്തിലിട്ടതും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നാളികേരം ഒരു കൈപ്പിടിയിൽ പകുതിയൊക്കെ നന്നായിട്ട് അരച്ച് അതിലേക്ക് ചേർക്കുക. അത് കഴിഞ്ഞ് ഞാൻ തിളയ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ. ചെമ്മീൻ നല്ല വേവുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് വെച്ച് അത് മൂടി വെച്ചു. അതവിടെ തിളക്കിയിട്ട് എനിക്ക് ആ നേരം കൊണ്ട് ചോറൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അത് തിളയ്ക്കാൻ നോക്കി നിൽക്കണ്ടല്ലോ. അപ്പം ഞാൻ ആദ്യം അതിലത്തെ വെള്ളം വാഷ് കളഞ്ഞു കേട്ടോ. കുക്കറിലത്തെ വാഷ് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഇതിലത്തെ വെള്ളം ഒന്ന് മാറ്റി കളഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും തിളപ്പിച്ച വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കേട്ടോ. ഈ കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ നല്ല വഴുവഴുപ്പുണ്ടാവില്ല, അപ്പോൾ അത് മാറ്റാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവില്ലേ, എന്നാലും ഞാൻ ചെയ്യുമ്പോൾ പറയണം അത്രേ ഉള്ളൂ. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് കാണിച്ചു. അപ്പോൾ അങ്ങനെ അത് വാർത്തവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് കുറച്ചല്ലേ വെച്ചുള്ളൂ, ഇതൊരു കുഞ്ഞ് ചട്ടിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തിളയ്ക്കാനൊന്നും അധികം നേരം ഉണ്ടായില്ല. നന്നായിട്ട് തിളച്ച് ഓഫ് ചെയ്തു. അവസാനം ഇത്തിരി വെളിച്ചെണ്ണ കറിവേപ്പിലും കൂടി ഇട്ടുള്ളൂ. ആദ്യം നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ടല്ലോ, പിന്നെയും ഉള്ളി കാച്ചാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തില്ല. കപ്പ അതാ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മീൻ കറി അടിപൊളി ടേസ്റ്റ് അല്ലേ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചെമ്മീൻ കറിയും കപ്പ പുഴുങ്ങിയതും സൂപ്പറാണ്. ഏത് മീൻ കറി ആയാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ വറ്റിച്ചതായിട്ട് വയ്ക്കാന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ല എരിവിലൊക്കെ വയ്ക്കാന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഞാനിത് ഇത്തിരി നാളികേരം ചേർത്താലും ഇത്തിരി മുളക് മുന്നിട്ട് നിൽക്കണം വെച്ചത്. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഇത് പിറ്റേ ദിവസത്തെ വൈകുന്നേരത്തെ കാഴ്ചയാണ് ഞാൻ കാണിച്ചത്. പൂച്ചക്കുട്ടന്മാർ എന്നെ കാത്തിരിക്കുന്നതാണ്. നമ്മുടെ കണ്ടപ്പനും ആ പെണ്ണും എന്താ പറയുക, വഴുക്കണ്ണായിട്ടിരിക്കുന്നു പറയില്ല, അങ്ങോട്ട് നോക്കിയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പോയില്ലേന്ന് ചോദിച്ചപ്പോൾ
നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ചോറ് ആദ്യം കൊടുക്കണം. ഇവനെ അവർ രണ്ടുപേരും അടിക്കും. അതൊരു പാവം പൂച്ചയാണ്, നല്ല സുന്ദരനുമാണ്, പാവമാണ്. അത് കഴിച്ച് പിന്നെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ മുട്ടി തലകൊണ്ട് ഇടിച്ചിട്ട് നിൽക്കുന്നതാണ്. ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. എനിക്ക് ഈ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ ബസ്സിൽ വരുമ്പോൾ അത്ര അങ്ങോട്ട് ഒരു ഇഷ്ടമില്ല. ഇവിടെ വരുമ്പോഴേക്കും ഒരു വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ. പിന്നെ ഈ 10-15 മിനിറ്റ് നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു ദൂരം ഞാൻ 9 മിനിറ്റ് കൊണ്ട് എത്തൂട്ടാ. തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ഒരു ദൂരം 15 മിനിറ്റ് ആവും കേട്ടോ. നമ്മൾ റിലാക്സ് ചെയ്തിട്ടല്ലോ വരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ബസ് എന്തായാലും കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സുഖമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ പറ്റണ ദിവസം കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കും. അങ്ങനെ റെസ്റ്റ് എടുത്ത് പിന്നെ തലേദിവസത്തെ മീനും ഇതൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ച് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴിയും. ഇന്നത്തെ രാവിലെ നനയ്ക്കുകയാണ് ചെയ്ത് കേട്ടോ പിള്ളേർക്കും സ്നാക്കായിട്ട്. പക്ഷെ ആദ്യം കഴിച്ചിട്ടില്ല, മധുരമൊന്നും കഴിക്കാൻ പറ്റണില്ല എന്നാണ് പറയുന്നത് അവനെ. അങ്ങനെ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് 8:45 ആവണുള്ളൂ. അവർ വരുമ്പോഴേക്കും 9:45 അപ്പോൾ ഒരു മണിക്കൂറോളം സമയമുണ്ടല്ലോ. അപ്പം ഞാൻ വെച്ച് ഫയലുകളൊന്നും ഒതുക്കാമെന്ന്. ഡീപ്പ് ക്ലീനിങ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ കൂട്ടുകാർക്ക് ഡീപ്പ് ക്ലീനിങ് കാണിക്കണത് നമ്മുടെ അടിച്ചുവാരലും തുടക്കലൊക്കെ തന്നെയാണ്. ശരിക്കും ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അതല്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത ഓരോ മുക്കിലും മുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ വല്ലവർക്കും കൊടുത്ത് മാറ്റി കളഞ്ഞ് തീടാളെ തീയിട്ട് എന്നിട്ട് അടിച്ചുവാരി തുടച്ചാലാണ് അത് ഡീപ്പ് ക്ലീനിങ് ആവുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു പരുവായിട്ടുണ്ട് നമ്മുടെ വീട് മൊത്തം. അടിച്ചുവാരി തുടയ്ക്കുന്ന കാര്യമല്ല ഞാൻ പറയണത്. അങ്ങനെ കുറേ അലമാരിയിലായാലും കുറേ തുണികൾ നമ്മൾ ഉപയോഗിക്കാത്തുണ്ട്. ഇപ്പം ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, അവിടെയും ഉണ്ട്. നമ്മുടെ കോണിച്ചോട്ടിൽ അത് എന്ത് കൊണ്ടുവച്ചാലും കോണിച്ചോട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ അവിടെ നിന്നായാലും അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് മാറ്റിക്കളയാണ്ട് അത് ഇനി ഉപയോഗിക്കില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ മാറ്റിക്കളഞ്ഞ് മൊത്തത്തിൽ അടിച്ചു വാരി ജല്ലി വാതിലൊക്കെ തുടച്ച് അങ്ങനെ ചെയ്യണം. ചിലപ്പോൾ ഞാൻ ദിവസം ഓരോന്നോരോന്ന് ചെയ്യും. അങ്ങനെ വെച്ചാൽ ഷൂട്ട് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ സൺഡേയിലാണെങ്കിൽ അങ്ങനെ കേട്ടോ. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഇടാം. ഡീപ്പ് ക്ലീനിങ് കുറച്ച് ദിവസം ഇടാണ്ടായി അപ്പോൾ ഒരു കമൻറ്റ് വരും ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ. എല്ലാ വീഡിയോ കാണിച്ച് അങ്ങനെ വെറുപ്പിക്കണ്ട. കുറേ നേരമല്ലേ നമ്മൾ സംസാരിക്കുന്ന, വെറുപ്പാവണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലികൾ തുടങ്ങാം. ചേട്ടാ കുറേ ദിവസമായി ഫയലുകൾ കൊണ്ടുവച്ചിട്ട് കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനത്തെ ഫയൽ കേട്ടോ. കണ്ട ഇതിനെന്തോ പേര് പറയും, ഞാൻ മറന്നു കേട്ടോ. ഇങ്ങനത്തെ ഫയൽ ശരിക്കും ഇവിടെ മുന്നേ എൻ്റെ ഉണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെ ഒരു കള്ളി പോലെ പേര് എഴുതി വെക്കാനായിട്ടുണ്ടായിരുന്നു. ഇതിലത് കാണാനില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കാൻ മാർക്കർ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ മാർക്കർ, പക്ഷേ ഇതിൽ മാഞ്ഞു പോകും. കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും മാഞ്ഞു പോകും. ശരിക്കും പറയാന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു കള്ളി പോലെ പോക്കറ്റ് പോലെ ആയിട്ട് എഴുതി വയ്ക്കാവുന്ന ഫയൽ നോക്കി വാങ്ങിക്കണം കേട്ടോ. ഇതിന് പേപ്പർ ഫയലും അങ്ങനെ എന്തോ പറയാം. അപ്പോൾ ഇതിൽ വയ്ക്കാം. മുന്നേ ഉണ്ടായിരുന്നതൊക്കെ ഒരുവിധം കീറിയ പോലെയൊക്കെ കുറേ വർഷങ്ങളായിരുന്നത്. നമ്മുടെ വീട് പണി തുടങ്ങി ഓരോ സാധനങ്ങൾ എടുക്കും. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള സ്ഥലത്ത് വയ്ക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. വർത്താനം പറഞ്ഞ സമയങ്ങളായിരുന്നു. ശ്രീകുട്ടനും ചേട്ടനൊക്കെ വരുമ്പോഴേക്കും വേഗം ജോലികൾ കഴിക്കാൻ പോകും കേട്ടോ. അപ്പം ഞാൻ ഇതേപോലത്തെ കുറച്ച് ഫയൽ വാങ്ങിച്ചു വന്നത്. ചേട്ടൻ വാങ്ങിച്ചു വന്നതാണ്. കുറേ തല്ലുകൂടിയിട്ട് വാങ്ങിച്ചു വന്നതാണ്. അന്ന് തുടങ്ങി എനിക്ക് ഓരോ വയ്യായി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പറ്റിയില്ല. ഏകദേശം ഒരു മാസത്തോളം ഇത് വാങ്ങിച്ചു വെച്ചിട്ട്. അപ്പം ഞാനിത് ചെയ്യുമ്പോൾ കൂട്ടുകാരും കൂടി ഒന്ന് കാണിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോട്ടെ വെച്ചിട്ട് കാണിച്ചു എന്ന് മാത്രം. നമ്മുടെ വീഡിയോയുടെ അടിയിൽ അങ്ങനെ വലിയ നെഗറ്റീവ് കമൻറ്റൊന്നും ആരങ്ങനെ ഇടാറൊന്നുമില്ല. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയല്ലേ. അപ്പോൾ സാധാരണ വീട്ടമ്മമാരെ എനിക്ക് കൂടുതൽ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വലിയ ചിലപ്പോൾ ഒരു അപൂർവം ഇതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ടെന്ന് പറയും. ചെയ്യണവർ ചെയ്തോ, ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആധാർ കാർഡും അതുപോലെ കുറേ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, ആധാരം അതൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും. അപ്പം അതൊക്കെ നിർത്ത് ഒതുക്കിക്കും. കുറേ കവറുകളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് കിടക്കാമയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ബെഡ്ഷീറ്റും കൂടി മാറ്റണം. സാരമില്ല, എന്തായാലും നമുക്ക് ബാക്കിയുള്ള പണി വന്നു.
അപ്പം അങ്ങനെ ഫയലുകൾ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇപ്പോഴൊന്നല്ല കേട്ടോ, കുറച്ച് ദിവസമായി കിട്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ എല്ലാം എതിർത്ത് പുറത്തിട്ടു. ആകെ ഒരു കള്ളിയിലാണ് ഈ എന്ത് കിട്ടിയാലും കൊണ്ടേക്കുക. ഓരോ ആവശ്യങ്ങൾക്ക് പോയിട്ട് വരുമ്പോൾ ആ ഒരു കവറിൽ അങ്ങനെ ചേട്ടൻ അങ്ങനെ വെക്കും കേട്ടോ. എന്നുവെച്ചാൽ എടുക്കരുത്, ഇത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അടുത്ത ഓരോ സാങ്ഷൻ മേടിക്കാൻ ഇങ്ങനത്തേനൊക്കെ അല്ലേ പോയായിരുന്നത്. ഇപ്പോൾ വരെയും ഞാൻ പറഞ്ഞില്ലേ നമ്പർ നമ്മുടെ കിട്ടണുള്ളൂ. കല്യാണ ആൽബമാണ് കേട്ടോ, എപ്പോഴെങ്കിലും ഞാൻ കാണിക്കുക എന്നുള്ള രീതിയിലൊന്ന് കാണിച്ചതാണ്. അപ്പോൾ അത് അവിടുത്തെ ചിത്രീശൊക്കെ കേടായി തുടങ്ങിയിട്ടോ കല്യാണ ആൽബം. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോഴാണ് നമ്പറും നമ്മുടെ ശരിയായത്. അപ്പോൾ അങ്ങനെ ഗ്യാസിൻ്റെ ഇപ്പോഴും ശരിയായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളൊരു പുതിയ വീട് പണ്ട് അഡ്രസ്സ് മാറുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വലിച്ചു വാരി ഇടാറില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ജോലിയൊന്നും തിരക്കിലല്ല വരാറ്. അപ്പോൾ ക്യാമറ നമ്മുടെ മുന്നത്തെ ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ പൊളിച്ച് അതിൻ്റെ പാർട്സ് തിരിച്ചതാണ് കണ്ടത്. എന്ത് കണ്ടാലും അവനൊന്ന് പൊളിച്ച് നോക്കണം, അതിൻ്റെ ഉള്ളിൽ എന്തിട്ടാണെന്ന് അറിയാത്ത സംഭവം. അപ്പോൾ അങ്ങനെ അവൻ പൊളിച്ച് നോക്കിയതാണ് കാണിച്ചത്. ഈ ഒരു അവസ്ഥയായി. പിന്നെ കുറേ കഴിഞ്ഞ് ചേട്ടൻ വന്നപ്പോൾ ഈ വണ്ടിയുടെ സാധനങ്ങളും അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് വശമില്ല നോക്കാനായിട്ട്. ചേട്ടൻ്റെ ലൈസൻസിലൊക്കെ എനിക്ക് മനസ്സിലായി, എന്നാലും ഞാൻ ചേട്ടനോട് കൊണ്ട് വായിപ്പിച്ച് വേണ്ടത് എടുത്തതും കുറേയൊക്കെ എനിക്കറിയാത്തതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചേട്ടനോട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ കൂടുതലും നമ്മുടെ മറ്റേ വണ്ടികളൊക്കെ ചേട്ടൻ്റെ പേരിലേക്ക് ആക്കിയതിൻ്റെയൊക്കെയാണ്. പുതിയ വണ്ടിയുടെ ശരിക്കും വേറെ കള്ളിയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ അത് പുതിയ വണ്ടിയിലില്ല കേട്ടോ, മറ്റേ നമ്മുടെ പഴയ വണ്ടിയിലുണ്ടല്ലോ. ഞാൻ പറയാറില്ല, 2 വണ്ടി നമ്മളങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല. ഒരെണ്ണം അനിയത്തി പുതിയ വണ്ടി വാങ്ങിച്ചപ്പോൾ തന്നതാണ്, ഒരെണ്ണം ആങ്ങളെ പുതിയ വണ്ടി വാങ്ങിച്ചപ്പോൾ തന്നതായിരുന്നു. അതൊക്കെ തട്ടിമുട്ടി നമ്മൾ ഇത്രയും കാലം കൊണ്ടുപോടി. പക്ഷേ ഇനി പറ്റാത്ത അവസ്ഥയായിപ്പോഴാണ് കേട്ടോ പുതിയ വണ്ടി എടുത്തത്. പിന്നെ ഒരു ബൈക്കെങ്കിലും ഒരു കുടുംബത്തില്ലാണ്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ചേട്ടൻ കൂടുതലും കളയാൻ തന്നെയായിരുന്നു, ഞാൻ മാറ്റി വെച്ചതും കളയാൻ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ താഴ്ത്തിട്ടും എന്നാൽ താഴ്ത്തിട്ട് ഒരു 50 പൈസ കവർ എന്ന് പറഞ്ഞുകൂടാ, വലിയൊരു 50 പൈസ കവറില്ലേ, അതിൽ നിറയെ പേപ്പർ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അപ്പോൾ ക്ലിയറാക്കാൻ എന്തായാലും നമുക്ക് പറ്റില്ല. എന്താ വെച്ചാൽ ഓരോ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമുക്കത് കളയാനും ക്ലിയറാക്കാനും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ ചേട്ടൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഇത് ചേട്ടനാണ് കേട്ടോ, കുതിരയുടെ മുകളിൽ കണ്ണൊക്കെ എഴുതി പൊട്ടുന്നൊട്ടുക. ഇത് അത്ര ക്ലിയർ അല്ല അല്ലേ. ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ കയ്യിലുള്ള എല്ലാ ഫോട്ടോസും കാണിക്കാം കേട്ടോ. എന്നാലും ഇതിൽ ഞാൻ 3-4 ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ കൂട്ടുകാർക്ക് കാണിക്കുന്നുണ്ട്. ഇതെനിക്കൊരു 28 വയസ്സൊക്കെ ഉള്ളപ്പോൾ എടുത്ത എൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടപ്പോൾ ഞാനതൊന്ന് കാണിച്ചെന്ന് മാത്രം കൂട്ടുകാർക്ക്. പക്ഷേ ഇതിലത്ര ക്ലിയർ ആയിട്ടില്ല. ഫോട്ടോ അടുത്ത് പിടിച്ച് എടുക്കേണ്ടതായിരുന്നു. ക്യാമറ നന്നായിട്ട് ഞാൻ വെറുതെ അടുത്തുകൊണ്ടൊന്നും കാണിക്കുകയല്ലേ ചെയ്തത്, അതങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പോൾ ഫോട്ടോസൊക്കെ ഒരു ഇതിലാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ശ്രീകുട്ടൻ ഉണ്ടപ്പനായിരുന്ന സമയത്തുള്ള ഫോട്ടോയാണ്. ഇത് നമ്മുടെ കുഞ്ഞാദിത്യനാണ് കേട്ടോ. ഏകദേശം 5 മാസമൊക്കെ പ്രായം, 5 മാസം അല്ല അല്ലേ, അവ ഇരുന്നിട്ടില്ല കേട്ടോ. അത് ഞാൻ പിടിച്ച് കസേരയുടെ പിന്നിൽ ഞാൻ ഒളിച്ചിരുന്ന് അവനെ ഇരുത്തിയിട്ടാണ്. 5-6 മാസം പ്രായമുള്ളത്. നമ്മുടെ ശ്രീകുട്ടൻ്റെ ആദ്യത്തെ ടീച്ചർ LKG ആണ്. ശ്രീകുട്ടനാണ് ആ നടുവിൽ നിൽക്കുന്നത്. ജോയലാൻ എന്തോന്നോ 2 കൂട്ടുകാരായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ നമ്മുടെ ശ്രീകുട്ടൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളെടുത്ത ഫോട്ടോസാണ്. എൻ്റെ മുഖം അത്ര നല്ലതൊന്നും ആവില്ല, ടെൻഷനല്ലേ നമുക്ക്. പിന്നെ മറ്റേത് ശ്രീകുട്ടൻ്റെ പേര് വിളിയിൽ അന്ന് ആ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. പിന്നെ ആദ്യത്തിൻ്റെ ഡാൻസ്, ഇത് ശ്രീകുട്ടൻ്റെ 90-ൻ്റെ അന്നത്തെ ഫോട്ടോ. എൻ്റെ അച്ഛനാണ് പിടിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ ഫോട്ടോ അതിൽ കാണാനില്ല കേട്ടോ, അച്ഛനാണ് പിടിച്ചിരിക്കുന്നത്. ഇതെന്താ അവൻ്റെ അമ്മായി പിടിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ശ്രീകുട്ടൻ്റെ സ്കൂളിലെ കുറേ ഫോട്ടോ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി ചേച്ചി പിടിച്ചിരിക്കുന്നതാണ് അതാ കാണുന്നത്. ഇത് നമ്മുടെ കുഞ്ഞാദിത്യൻ തന്നെയാണ്. ഇത് ആദിത്യൻ ഡാൻസ് കഴിഞ്ഞ് വന്നിട്ട് അപ്പനെ ഫുള്ളായിട്ട് എല്ലാത്തിലും A+ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആനിവേഴ്സറിക്ക് സമ്മാനം കിട്ടും. അപ്പോൾ എടുക്കണ ഫോട്ടോസുകളാണ് കേട്ടോ ഈ സമ്മാനം വാങ്ങിക്കുന്നത്. ഇത് നമ്മുടെ ആദ്യത്തിന് ഒരു 2 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഈ ഫയലുകൾ രണ്ടും ആദ്യത്തിന് ശ്രീകുട്ടൻ്റെ ചെറുപ്പത്തിൽ ചികിത്സിച്ചിട്ടുള്ള ആ ഒരു ഫയലുകളാണ്. അതിന് ആവശ്യമൊന്നുമില്ല, അവരുടെ അസുഖമൊക്കെ മാറി. എന്നാൽ കൂടി എനിക്കത് കളയാൻ തോന്നാണ്ട് ഞാൻ അവിടെ വെച്ചു. ഇത് നമ്മുടെ ലോണിൻ്റെയും KSFE കൊറിയരെയും ഞാൻ ഒരുമിച്ച് ഒരു ഫയലിലാക്കി കേട്ടോ. അപ്പോൾ അത് നമുക്ക് എപ്പോഴും എടുക്കേണ്ട ഒരു ആവശ്യം വരുമല്ലോ. അപ്പോൾ അത് ലോൺ അടയ്ക്കാൻ പോകുമ്പോഴും കൊറിയർ അടയ്ക്കാൻ പോകുമ്പോഴും ഒക്കെ എടുക്കേണ്ടതാണ്. പിന്നെ ആധാർ കാർഡും പാൻ കാർഡും നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡും എല്ലാതും കൂടി ഒരു ഇതിലേക്ക് ആക്കി വെച്ചു കേട്ടോ. പിന്നെ ബാങ്ക് പാസ്ബുക്കും കൂടിയും അതിൽ വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗ്യാസിൻ്റെ ഇപ്പോഴും ശരിയായിട്ടില്ല, അപ്പോൾ അതങ്ങനെ മാത്രം ചേട്ടന് പോകാനുള്ള ആ രേഖകൾ അതൊക്കെ ഒരു ഫയലിലാക്കി വെച്ചു.
പിന്നെ ചേട്ടൻ്റെ എൻ്റെ SLC ബുക്കാണ്, ഒരു കാര്യമില്ല അല്ലേ അതൊന്നും ഇനി. അപ്പോൾ അതൊരു ഫയലിലാക്കി വെച്ചു. ഇത് ആദ്യത്തിന് ശ്രീകുട്ടൻ്റെയും ജനന സർട്ടിഫിക്കറ്റാണ്. അത് ഞാനൊരു ഫയലിലാക്കിയിട്ട് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് അന്നേ ആ ഫയലിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസ്റ്റാറ്റുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്നിൽ ആക്കി വെച്ചു. പിന്നെ ഇത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതേപോലെ തന്നെ അത് ആധാരവും നമ്മുടെ പട്ടയ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളില്ലേ, നികുതി അടച്ച കടലാസ് അതൊക്കെ. പിന്നെ കുറച്ച് ഫോട്ടോസ്, കുഞ്ഞ് ആൽബമൊക്കെ കയ്യിലുള്ളത് എല്ലാതും കൂടിയും CD ഫോട്ടോസ് തന്നെയാണ് കേട്ടോ. അതൊക്കെ വെച്ചു. പിന്നെ ചേട്ടൻ പറഞ്ഞു പിന്നീട് നോക്കാമെന്ന് പറഞ്ഞു കുറച്ച് സാധനങ്ങൾ വെച്ചു. അപ്പോൾ അത് ഞാനൊരു ഫയലിലാക്കി കേട്ടോ. ഇനി പിന്നീട് അത് ഇനി അവിടെ ഇവിടെ വെച്ചിട്ട് ആക്കണ്ട, അതൊരു ഫയലിലാക്കി. ഇനി എപ്പോഴെങ്കിലും ചേട്ടൻ ഒഴിവുള്ളപ്പോൾ നന്നായിട്ട് വായിച്ച്. വണ്ടികളുടെയാണ്, അപ്പോൾ എനിക്ക് അത്ര അറിയില്ല, അത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ തയ്യൽ പഠിച്ചതിൻ്റെ, PSC പഠിക്കാൻ പോയതിൻ്റെ, പിന്നെ എന്തോ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ, കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ നോട്ട്ബുക്കുകൾ. പിന്നെ ശ്രീകുട്ടനത്തിനൊക്കെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തുള്ള നോട്ട്ബുക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കീറി കളഞ്ഞത് അവർക്ക് കൊടുത്തു കേട്ടോ, റഫാക്കിയിട്ട് എഴുതാനായിട്ട്. നമ്മുടെ റിംഗ് ലൈറ്റാണ് ഷൂട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ളത്, അത് പിന്നെ പെട്ടെന്ന് എടുക്കേണ്ടതല്ലേ. ഫയലിങ്ങനെ വെച്ചു. ഇതിൽ പിന്നെ കണ്ണി കണ്ട കുറച്ചൊക്കെ കളയേണ്ടാത്തുണ്ട്, കുറച്ച്